വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് ഭൂമി ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പദ്ധതി അവലോകനം യോഗത്തിലാണ് നിർദ്ദേശം. ആദിവാസി സമൂഹവുമായുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 3 നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ ഇവിടങ്ങളിലെ MP ഫണ്ട് വിനിയോഗം, കേന്ദ്ര പദ്ധതികളുടെ അവലോകനവുമാണ് മലപ്പുറം കളക്ടറേറ്റിൽ നടന്നത്. കരുളായി ഉൾവനത്തിൽ താമസിക്കുന്ന പ്രാക്തന ഗോത്രവർഗമായ ചോലനായ്ക്കരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പഠിക്കാനുമായി കിലോമീറ്ററുകളോളം നടന്ന് പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു. ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായങ്ങൾ എത്തിക്കണമെന്ന് യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചു. കൃത്യമായ ഇടവേളകളിൽ ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തണം. We just did a review of the developmental works, the MPLADs, PMGSY and all that. It seems some of them are going well, some of them are not going so well, and there's some delays in those, so we reviewed that. And aside from that, we had a meeting, since I had visited the Chola-Naika tribe, we had a meeting to discuss what their problems are and how we can cooperate all together, all of us, to try to help solve their problems. മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി MP ആയിരുന്ന കാലയളവിൽ അനുമതി ലഭിച്ച 53 പദ്ധതികളിൽ 45 പദ്ധതികളാണ് പൂർത്തിയായത്. മറ്റുള്ളവയുടെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു. MLA മാരായ ആര്യാടൻ ഷൗക്കത്ത്, AP അനിൽകുമാർ, PK ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.